അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ എ ഹോളോ സിലിണ്ടർ അഗൈൻ ഹോളോ സിലിണ്ടർ ഔട്ട്സൈഡ് ഡയമീറ്റർ 25. അപ്പൊ ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 25 സെന്റിമീറ്റർ ആകുമ്പോൾ എത്രയാണ്? 250 mm ആണ്. അതേപോലെ ക്യാരിങ് ആക്സിൽ ലോഡ് തന്നിട്ട് അപ്പൊ പി തന്നിട്ട് പി 2.2 × 10³ × 20 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ 2.2 × 10³ × 10³ 10⁶ ന്യൂട്ടൺ ആവും. ഓക്കെ, അടുത്ത പി കഴിഞ്ഞ അടുത്ത ഫൈൻഡ് ദ ഇന്റേണൽ സ്മോൾ ഡി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഓഫ് ദ ക്യാരിങ് ലോഡ് ഓഫ് സ്ട്രെസ് തന്നിട്ടുണ്ട്. സിഗ്മ ഈക്വൽ എത്രയാണ്? 120 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ എന്താണ് നമ്മളുടെ അതിന് ഈക്വൽ ടു എന്താണ്? 120 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. മെഗാ വരെയാണെങ്കിൽ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. മീറ്റർ സ്ക്വയർ ആണ്. കാര്യം ഏതാണ് 10⁶, മറ്റേ 10⁶ ക്യാൻസൽ ആയിക്കും. അപ്പൊ ഇനി അടുത്ത നമുക്ക് വേണ്ടത്, അപ്പൊ നമ്മൾ വേണ്ട സിഗ്മ ഈക്വൽ എന്താണ്? P/A ഫോർമുല. സിഗ്മയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 120 × 120 ആണ്. പിയുടെ വാല്യൂ എത്രയാണ്? 2.2 × 10⁶ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ π/4 × ക്യാപിറ്റൽ ഡി സ്ക്വയർ എത്രയാണ്? 250 മൈനസ് സ്മോൾ ഡി സ്ക്വയർ എത്രയാണ്? അറിയത്തില്ല. അപ്പൊ ആദ്യം നമുക്ക് ഡി കണ്ടുപിടിച്ചാൽ ഇത് എക്സിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ